അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, സിറിയൻ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ, സിറിയയിലെ കലാപവും അതുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും ഒക്കെ ഉയർന്നു വന്നപ്പോൾ പതുക്കെ പതുക്കെ ഗസ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറിയിരിക്കുന്നു. ഗസ ഇന്ന് ആർക്കും ഒരു ചർച്ചാ വിഷയമല്ല, ഒരു സംസാര വിഷയമേ അല്ല. ജനങ്ങളുടെ മനസ്സിൽ ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിന് ദൃശ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അതിനെ കത്തിച്ച് നിർത്തേണ്ടതുണ്ട്. ഏതാണ്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമം ദിനപത്രവും മീഡിയ വൺ ചാനലും, മീഡിയ വൺ എന്ന ദൃശ്യ മാധ്യമവും ദിനപത്രമായ മാധ്യമം ദിനപത്രവും ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ഇതിൽ നിന്നും ഒളിച്ചോടിയിരിക്കുകയാണ്. ഗസ വിഷയം റിപ്പോർട്ട് ചെയ്താൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ വംശഹത്യയെക്കുറിച്ച്, സ്ത്രീകളുടെ വംശഹത്യയെക്കുറിച്ച്, പെൺകുട്ടികളുടെ വംശഹത്യയെക്കുറിച്ച്, അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ഒക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് പച്ചക്ക് തള്ളിക്കളയുകയാണ് മലയാള മനോരമ, മാതൃഭൂമി അടക്കമുള്ള മറ്റ് സകല പത്രങ്ങളും. അല്പമെങ്കിലും ഈ വിഷയം അതേപടി, അവിടെ നടക്കുന്ന സംഭവം അതേപടി ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു പത്രമാധ്യമം എന്ന് പറയുന്നത് മാധ്യമം ദിനപത്രമാണ്. അപ്പോൾ വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സിറിയൻ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ മാധ്യമങ്ങൾ ഗസയെ കൈയൊഴുകുകയും അതേസമയം തന്നെ ഗസയിലെ കുട്ടികൾക്ക് നേരെ വംശഹത്യ അതിശക്തമായി തുടരുകയാണ്. അൽ ജസീറ ഒഴിച്ചുള്ള മറ്റ് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഗസയെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അൽ ജസീറയാണെങ്കിൽ ഇസ്രയേലിനകത്ത് നിന്നുകൊണ്ട് അവരുടെ മാധ്യമ പ്രവർത്തനം നടത്താൻ ഇസ്രയേൽ ഗവൺമെന്റോ സൈനികരോ അനുവദിക്കുന്നില്ല. അവിടുത്തെ അവസാന ഓഫീസും ഇസ്രയേലി സേന ബലമായിട്ട് ഈ അടുത്താണ് അടച്ചുപൂട്ടിച്ചത്. അപ്പോൾ അവരുടെ പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിന് വെളിയിൽ നിന്നുകൊണ്ട്, ഇസ്രയേലിനും ഗസക്കും ഫലസ്തീനും ഒക്കെ വെളിയിൽ നിന്നുകൊണ്ട് ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ പരിമിതമായ വാർത്താ കളക്ടിംഗ് പരിപാടികൾ മാത്രമേ അൽ ജസീറയെ കൊണ്ട് നടക്കുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിലും ഫലസ്തീനിലും ഗസയിലും റാമല്ലയിലും ഒക്കെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കുരുതികളും ലോകം അർഹിക്കുന്ന അർത്ഥത്തിൽ അറിയുന്നില്ല. അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്രിയകൾ ഈ യഹൂദ സർക്കാരും യഹൂദ സൈനികരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഫലസ്തീന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച് നടന്നിരുന്നവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായിരുന്നു. ഫലസ്തീനികളുടെ ദേഹത്തൊരു തരി മണ്ണ് വീണാൽ വമ്പൻ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരക്ഷരം മിണ്ടുന്നില്ല. അവർ ഇത് അറിഞ്ഞിട്ടേയില്ല. ഈ ഏഷ്യയിൽ, ഈ ലോകത്തിന്റെ ഒരു കോണിൽ ഏഷ്യയിൽ നടക്കുന്ന ഒരു ജനോസൈഡിസം, കൂട്ടക്കുരുതി ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ കാലാകാലങ്ങൾക്ക് മുമ്പ് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ യഹൂദ കൂട്ടക്കുരുതിയെക്കുറിച്ച് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഘോരഘോരം പ്രസംഗിക്കാറുണ്ട്. ഹിറ്റ്ലറെ ഒരു വംശഹത്യാ വിദഗ്ധൻ, ഒരു ജനോസൈഡിസ്റ്റ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ ഇപ്പോഴും അത് പറയുന്നുണ്ട്. സത്യത്തിൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയത് ജനോസൈഡിസമാണോ അതോ അത് അനിവാര്യമായിരുന്നോ എന്നുള്ള ഒരു വിഷയം തർക്കത്തിൽ നിൽക്കുന്ന വിഷയമാണ്. അത് വേണമെങ്കിൽ പിന്നീട് ഞാൻ അതിൻ്റെ അനിവാര്യത എന്തായിരുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദമായി പറയാം. ഇതിൻ്റെ ഇടയിൽ അത് കയറ്റുന്നില്ല. പക്ഷെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കേരളത്തിൽ അധികാരത്തിൽ കയറണമെങ്കിൽ 10 വോട്ട് കിട്ടണമെങ്കിൽ
ഫലസ്തീനിലെ വിഷയം ഉയർത്തി കാണിച്ചേ പറ്റൂ, കത്തിച്ച് നിർത്തിയേ പറ്റൂ. ഇപ്പോൾ അവർ ഭീതിയിലാണ്. സംഘപരിവാർ വിഭാഗങ്ങളെയാണ് അവർ പേടിക്കുന്നത്. മോഡിയെയും അമിത്ഷായെയും വല്ലാതെ പേടിക്കുന്നു. തന്നെയുമല്ല, അല്പസ്വല്പം സംഘി മണമുള്ള അത്തറ് പൂശിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നത്. അതിൽ നിന്നുകൂടി 10 വോട്ട് കിട്ടിയാലേ രക്ഷപ്പെടൂ എന്നൊരു തോന്നൽ അവർക്കുമുണ്ട്. ആ തോന്നൽ അത് ശരിയുമാണ്, യാഥാർത്ഥ്യവുമാണ്. ഏതായാലും അവർ മിണ്ടിയിട്ടില്ല, ഇതുവരെ ഇപ്പോഴും മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സുകാർ ഒരിക്കലും പലസ്തീന് വേണ്ടി സംസാരിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ഇന്ദിരാഗാന്ധി പോലുള്ള ഉന്നത നേതാക്കൾ ഫലസ്തീന് വേണ്ടി ഘോരം പ്രസംഗിച്ചിരുന്നവരാണ്. ഫലസ്തീനെ ഒരു രാഷ്ട്രമായി തന്നെ ഇന്ദിരാഗാന്ധി അംഗീകരിച്ചിരുന്നു. യാസർ അറാഫത്തിനെ ആ രാഷ്ട്രത്തിന്റെ അധിപൻ എന്ന സ്ഥാനത്ത് തന്നെയാണ്, ഫലസ്തീൻ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് തന്നെയാണ് ഇന്ദിരാഗാന്ധി കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാർ സംഘി മണവുമായിട്ട് നടക്കുന്നവരാണ്. ആ മണത്തിന്റെ അത്തറ് പൂശി നടക്കുന്നവരാണ്. മലിഞ്ഞീൻ എന്ന ഒരു തരം മീനുണ്ട്. അത് പുഴയിലോ കടലിലോ ഇറങ്ങിയാൽ അതിനെ ആക്രമിക്കാൻ ഒരു മീൻ വന്നാൽ ആ മീനിന്റെ മുമ്പിൽ ഈ മലിഞ്ഞീൻ വാല് പൊക്കി കാണിക്കും. വാല് മീന്റെ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും പാമ്പാണ് ആക്രമിക്കാൻ വരുന്നതെങ്കിൽ അത് തല പൊക്കി കാണിക്കും. മലിഞ്ഞിന്റെ തല പാമ്പിനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ കണക്കാണ് കോൺഗ്രസ്സുകാർ അവർ രഹസ്യമായിട്ട് 4 ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് സ്വകാര്യം പറയും. അവർ ഇസ്രയേലിന് വേണ്ടി സംസാരിക്കുകയും 10 മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത് നിന്ന് സ്വകാര്യമായിട്ട് ഗസയ്ക്ക് വേണ്ടി സ്വകാര്യം പറയുകയും ചെയ്യും. ഉച്ചത്തിൽ സംസാരിക്കില്ല കേട്ടോ. അവർ ഇരുതല മൂരികളാണ്. അവർ ഒരിക്കലും ഫലസ്തീന് വേണ്ടി വലിയ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ല, വിശിഷ്യ മാർക്സിസ്റ്റ് പാർട്ടി എക്കാലത്തും ഫലസ്തീന് വേണ്ടി ഘോരം പ്രസംഗിച്ചിരുന്നവർ ഇപ്പോൾ കമാ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഈ കമാ എന്നൊരക്ഷരം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. കമാ എന്നൊരക്ഷരം, കമാ എന്ന 2 അക്ഷരമല്ലേ. ഈ കമാ എന്ന 2 അക്ഷരം മിണ്ടുന്നില്ല. അവരും ഭയത്തിലാണ്, അവർക്ക് ഭയപ്പാടുണ്ട്. ഗസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ സംഘപരിവാര ഗവൺമെന്റ് ചില നടപടികളിലേക്ക് പോയാലോ എന്നൊരു പേടി അവർക്കുണ്ട്. ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഒരു പാശ്ചാത്യ രാജ്യമായ നോർവേയിലെ ഓസ്ലോയിൽ അവിടുത്തെ ക്രൈസ്തവർ, അവിടുത്തെ യഹൂദർ അടക്കമുള്ള അവിടുത്തെ പബ്ലിക് പ്രക്ഷോഭവുമായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു. വൻ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. ഫലസ്തീനികൾക്ക് നേരെ, ഗസ നിവാസികൾക്ക് നേരെ നടക്കുന്നത് ജനോസൈഡിസമാണ്. എന്തുകൊണ്ടാണ് ലോകം ഒരക്ഷരം മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നു. ആരാണ് ഇറങ്ങിയിരിക്കുന്നത്? ക്രൈസ്തവരും അവിടുത്തെ യഹൂദരും. അവർക്കറിയാം ന്യായം ഗസയുടെ ഭാഗത്താണ്, ഫലസ്തീന്റെ ഭാഗത്താണ്. ഇവർ അന്യായമായി കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമിയാണത്. ഇസ്രയേൽ എന്നൊരു രാജ്യം തന്നെയില്ല, അത് മുഴുവനായും ഫലസ്തീനായിരുന്നു ഒരു കാലത്ത്. 1947 വരെ അവിടെ ഇസ്രയേൽ എന്നൊരു രാജ്യമില്ല. 1947 മുമ്പുള്ള ലോക ഭൂപടത്തിൽ ഇസ്രയേൽ എന്നൊരു രാജ്യത്തെ കാണാൻ സാധിക്കില്ല. അത് ഫലസ്തീനാണ്. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന അപ്ഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഫലസ്തീനികളിലെ കുട്ടികൾ, തീരെ പിഞ്ചു പൈതങ്ങൾ, അവരുടെ മരണമാസന്നമാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ അവരുടെ രക്ഷകർത്താക്കളോട് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, ജൂതന്മാരോട് ഞങ്ങളെ ഒന്ന് കൊന്നു തരൂ എന്ന് അപേക്ഷിക്കാനാണ് പറയുന്നത്. അവരുടെ രക്ഷകർത്താക്കളോട് പറയുന്നു.
ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ, അങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവിടത്തെ കൊച്ചുമക്കൾ, പിഞ്ചു പൈതങ്ങൾ, 5ഉം 6ഉം വയസ്സുള്ള കൊച്ചു കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കളോട് പറയുകയാണ്, പരാതി പറയുന്നത് പോലെ, ഏതായാലും ഞങ്ങൾ മരിക്കും, ഞങ്ങളുടെ മരണം ആസന്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളെ കൊന്നു തരിക പ്ലീസ് എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു സംഭവത്തിൽ ഗസ മുനമ്പിന് വടക്കുള്ള ജബാലിയ പ്രദേശത്ത് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഒക്കെ അഭയം തേടിയിരിക്കുന്ന ഒരു സ്കൂള്, ആ സ്കൂൾ അഭയാർത്ഥികളുടെ ക്യാമ്പായി മാറിയിരിക്കുകയാണ്. ഈ ക്യാമ്പിന് നേരെ അതിമൃഗീയമായ ആക്രമണം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ അടിച്ചുവിട്ടിരിക്കുന്നു. അതിൽ മുഖത്തും വയറിനും അതിഗുരുതരമായി മാരകമായ പൊള്ളലേറ്റ ഒരു കുട്ടി കരഞ്ഞ് കേണപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും കൊന്നു തരുമോ എന്നാണ് ചോദ്യം. ആ കുട്ടിയുടെ വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ കാണിച്ചാൽ മീഡിയ വിലക്ക് വരും. ശക്തമായ നിർദ്ദേശമുണ്ട്, ഇത്തരം വീഡിയോ കാണിക്കരുതെന്ന്. കാണിക്കാൻ പാടില്ല എന്ന് വിലക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, കുട്ടികളുടെ ആ പൊള്ളലേറ്റ് കിടക്കുന്ന ആ അവസ്ഥ. അതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കത്തില്ല. അപ്പോൾ വലിയ വായിൽ ആദർശം പറയുന്ന നമ്മുടെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ വി ഡി സതീശൻ ഒരക്ഷരം മിണ്ടുന്നില്ല. കെ മുരളീധരൻ മിണ്ടുന്നില്ല. പുതുതലമുറയിലെ നാളെ മുഖ്യമന്ത്രിയാകാൻ കച്ചമുറുക്കിയിരിക്കുന്നവർ മിണ്ടുന്നില്ല. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPI ആകട്ടെ, CPM ആകട്ടെ, ഫലസ്തീൻ, ഗസ, റാമല്ലാ, യാസർ അറാഫത്ത് അങ്ങനെയുള്ള വാക്കുകളൊന്നും അവർ മറന്നുപോയി, മിണ്ടുന്നില്ല. ഇപ്പോൾ അത് മിണ്ടിയാൽ അവർക്കെതിരെ അവരുടെ ദേശീയ നേതാവുണ്ടല്ലോ മോഡിയും അമിത്ഷായും, ഇവരുടെയൊക്കെ ദേശീയ നേതാവാണ് ഇപ്പോൾ, അവർ വടിയെടുക്കും, ചിലപ്പോൾ തോക്കെടുത്തെന്നും വരും. ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.